അപ്പോൾ ഇന്ന് നമ്മൾ ആൻറ്റീൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മളൊരു വൈകുന്നേരമാണ് കേട്ടോ അവിടെ എത്തിയത്. എന്നിട്ട് നമ്മളവിടെ എത്തിയിട്ട് ചായയൊക്കെ കുടിക്കായിരുന്നു കേട്ടോ. അപ്പം ഞാനും മോനും അമ്മയും അച്ഛനും കൂടി കേട്ടോ പോയത്. അപ്പം അവിടെ ചേച്ചിയുടെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു സ്കൂൾ വിട്ടിട്ട്. അവരും ചായ കുടിക്കുകയാണ്, കാട്ടും കണ്ടുകൊണ്ടാണ് ചായ കുടിക്കുന്നത്. പിന്നെ മോനോട് ഓരോന്ന് ചോദിക്കുക, ഇത് കാർട്ടൂണാണ് കാണുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ വർത്തമാനങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് മക്കള്. ഇതാണ് കേട്ടോ പാപ്പൻ. അപ്പം നമ്മളവിടുന്ന് ചായയൊക്കെ കുടിക്കുകയാണ്. ഇതാണ് കേട്ടോ ആൻറ്റി. അപ്പം മോന്റെ ഭയങ്കര ഫ്രണ്ടാണ്, മോന് ഭയങ്കര ഇഷ്ടമാണ്. അത് രണ്ടുപേരും എന്തൊക്കെയോ സംസാരിച്ച് ചിരിക്കുന്നുണ്ട്. എന്നോട് പറയും ആന്റീനെ കണ്ടാൽ അത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോന്ന്. അവര് നല്ല കൂട്ടാ. പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്ത് വയലൊക്കെയാണ് അവിടെ. അപ്പൊ മക്കള് നമ്മളുടെ പൂളേന്റെ ഈ ഇലയില്ലേ, അതിന്റെ ഇങ്ങനെ നമ്മളിങ്ങനെ പൊട്ടിച്ച് നമ്മളിങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വളയും മാലയൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പൊ അവരതിങ്ങനെ ചെയ്യാണ്. മോനത് കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാം. മോന് ഞാൻ ചിലപ്പം വീട്ടിൽ പോയാല് ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഇവിടുത്തെ വാഴ കൃഷിയൊക്കെയാണ്. ഇവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പൂള കൃഷിയും പിന്നെ ഇതേപോലെ വാഴയുടെ ഒക്കെ കൃഷിയുണ്ട്. അപ്പൊ ഞാനതൊക്കെ കാണിച്ചു തരാം. അപ്പൊ മക്കളെ ഞങ്ങളെയും കൊണ്ട് ഇങ്ങനെ പോവാ, അവിടെ ഓരോന്നുണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരാൻ വേണ്ടിട്ട്. അപ്പൊ ഇങ്ങനെ പച്ചപ്പും ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഈ ഭാഗം ഒരു തോട് പോലത്തെ ഒരു സ്ഥലമായിട്ടോ. ഇവിടെ മഴക്കാലത്തൊക്കെ വെള്ളം എന്ന് പറഞ്ഞാല് നിറച്ചും വെള്ളം ഉണ്ടാവും. അപ്പൊ അവിടെ നിന്നിട്ട് എല്ലാരും എനിക്കൊരു ഹൈ ഒക്കെ തരാണ്. പിന്നെ ഇതാണ് കേട്ടോ നമ്മളുടെ സ്വീറ്റ് പൊട്ടറ്റോന്റെ ഇലയില്ലേ, നമ്മളെ മധുരക്കിഴങ്ങിന്റെ ഇല, ആ ഇലയാണ് കേട്ടോ. അതിന്റെ വള്ളിയാണിത്. അപ്പം ഇത് നമ്മൾ ഉപ്പേരി നമ്മള് താളിച്ചിട്ടൊക്കെ കഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിച്ചാല്. പിന്നെ ഇത് അവിടുന്ന് കളച്ചെടുത്ത ഫ്രഷ് പൂളയാണ്. അപ്പം ഇതവര് ഇങ്ങനെ നട്ടുണ്ടാക്കിയതാണ്. പിന്നെ വാഴക്കൊല ഉണ്ടായിരുന്നു, അപ്പം വെട്ടിയതാണ്. അപ്പം അതുകൊണ്ടായിരുന്നു. ഇതൊക്കെ ഓർഗാനിക്കാണ്. നമുക്കിങ്ങനെ ഇപ്പൊ സംഗതികളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ ഹാർവെസ്റ്റ് ചെയ്ത സാധനം ഇങ്ങനെ പറിച്ചിങ്ങനെ എടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പൊ ഞാനതൊക്കെ എടുത്ത് പൊക്കണുണ്ടപ്പോ മോനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. എന്നോട് പറഞ്ഞ മമ്മി ഞാനും പൊക്കും കേട്ടോ, മമ്മി എന്നെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് പൊക്കുകയാണ്. എന്നിട്ട് പൊക്കി അവിടെ ഇട്ടു വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും. പിന്നെ അടുത്ത എക്സ്പെരിമെന്റ് വാഴക്കൊല എടുത്ത് പൊക്കാനാണ്. ഞാൻ പറഞ്ഞ നല്ല വെയിറ്റ് ഉണ്ടാവും. എന്നിട്ട് പറഞ്ഞ കേൾക്കാതെ എങ്ങനെയൊക്കെയോ പിടിച്ച് പൊന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്ര വലുപ്പമുള്ളത്. പിന്നെ ഇത് കണ്ടോ, ഈ പൂളേന്റെ സൈഡില് മണ്ണിന്റെ അടിയിൽ ഉള്ളതായിരുന്നു. പൂള ഇങ്ങനെ കിളയ്ക്കുമ്പോ അവിടെ നിന്ന് കിട്ടിയതാ. ഒരേ വലുപ്പത്തിലുള്ള റൗണ്ടിലുള്ള ഒരു മുട്ട. എന്താന്ന് മനസ്സിലായില്ല. അവൾക്കും ആന്റിക്കും പാപ്പനും ഒന്നും അറിയില്ല. അത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് എന്നിട്ട് അത് അവിടെ തന്നെ അടച്ചു മൂടി വെച്ചു. എന്തിന്റെയാന്ന് അറിയാത്തതിനെ കൊണ്ട്. പിന്നെ വാഴക്കൂമ്പ് വെട്ടി ഉപ്പേരി വെക്കാൻ വേണ്ടിട്ട്. പിന്നെ ആന്റി വീണ്ടും ഇങ്ങനെ പൂള പിന്നെയും പറിച്ചെടുക്കുകയാണ്. ഇവരിവിടെ കടയിൽ കൊണ്ടുപോയി കൊടുക്കും. ഇങ്ങനെ നട്ടിട്ട് പറിച്ചിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറിച്ചെടുക്കുകയായിരുന്നു. അച്ഛനും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടാണല്ലോ മണ്ണുണ്ടാവുക. അതൊന്ന് കൊത്തിയിട്ടാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും.
അപ്പോഴേക്കും ചേച്ചി വന്നു കേട്ടോ. ചേച്ചി ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ ചേച്ചി അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നതാ. പിന്നെ ഇത് ചെറിയ മോള് ഹെയർ ബാൻഡ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എനിക്ക് തരണം, ഞാൻ പോകുമ്പോ കൊണ്ടുപോന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തന്നതാ. അവളെ വിചാരം ഞാൻ ശരിക്കും എടുക്കുമെന്ന്, പോകുമ്പോ കൊടുക്കണം. പിന്നെ നമ്മള് തിരിച്ച് വീട്ടിലെത്തി. ചായ വീണ്ടും കുടിച്ചു കേട്ടോ. ഞാൻ ചായ കുടിച്ചില്ല. അപ്പൊ ചക്കയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാരും ചക്കയൊക്കെ കഴിച്ചു. പിന്നെ ചക്ക കഴിച്ചു. നമ്മൾ അതിന് ശേഷം വീട്ടിലേക്ക് പോയിട്ട്. അപ്പൊ അത്രയുള്ളൂ. ബൈ.